എല്ലാവരുടെയും ഹൃദയത്തെ പുളകമണിയിക്കും, രോമാഞ്ചമണിയിക്കും. ഈ ഒലിവുമലയുടെ മുകളിൽ അനേകം ക്രിസ്ത്യൻ ചർച്ചുകളും ചില മുസ്ലിം പള്ളികളുമുണ്ട്. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ക്രൂശിക്കപ്പെട്ടത് ഈ മലയുടെ മുകളിലാണെന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു. മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയത് ഈ മലയിൽ വെച്ചാണെന്ന് കരുതിപ്പോരുന്നു. ക്രൈസ്തവ സഹോദരങ്ങളുടെ അനേകം തിരുശേഷിപ്പുകൾ ഈ മലയിൽ കാണാം. ടൂറിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ഒരിടമാണത്, മനോഹരമായ പ്രദേശമാണത്. അതിൻ്റെ താഴെയാണ് മറിയം മക്ബറ, മറിയം പള്ളി. കന്യക മറിയമിൻ്റെ പേരിൽ പണിയിടിക്കപ്പെട്ട പുരാതനമായ മനോഹരമായ ഒരു പള്ളി. ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലാണത്, താഴേക്ക് ഇറങ്ങിപ്പോകണം. വിശാലമായ പള്ളിയാണ്. ആ പള്ളിയുടെ മിനാരം, അതിൻ്റെ കുബ്ബ ഇങ്ങനെ സ്വർണ്ണവർണ്ണമാണ്. പൊൻവെയിലിൽ അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടാവും. ഞങ്ങൾ അവിടേക്ക് പോയി. ഇന്നും ക്രൈസ്തവ അധീനതയിലാണ് ആ പള്ളി. അവിടുത്തെ പുരോഹിതന്മാർ വളരെ സൗഹാർദ്ദപരമായി ഞങ്ങളോട് പെരുമാറി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വയനാട്ടിൽ നിന്നുള്ള ഒരു വലിയ ക്രൈസ്തവ സംഘവും അവിടെ ഉണ്ടായിരുന്നു. പള്ളിയുടെ ഉള്ളിൽ ഒരു ചെറിയ ഗുഹ പോലെ ഒരു സ്ഥലത്താണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, അവരുടെ ഖബർ. ഒരാൾക്ക് മാത്രമേ കഷ്ടിച്ചതിലേക്ക് തല കുനിച്ച് കടക്കാൻ പറ്റൂ. ഒരാൾ കടന്ന് സിയാറത്ത് ചെയ്ത് സന്ദർശിച്ച് അടുത്ത വാതിലൂടെ ഇറങ്ങിപ്പോയിക്കൊള്ളണം. ഞാൻ ആദ്യമായി കടക്കുകയും സലാം പറഞ്ഞുകൊണ്ട് വളരെ ഒതുങ്ങി ആ മൂലയിൽ ചേർന്ന് നിൽക്കുകയും ചെയ്തു. ഒരാളെയും അവിടെ അധിക സമയം നിർത്താറില്ല. എന്നാൽ എൻ്റെ കൂടെയുള്ള 32 പേരെ കടത്തിവിടാനെന്നുള്ള ഭാവേന ഞാനവിടെ ഒതുങ്ങി നിന്ന് ഓരോരുത്തരും ഞങ്ങളുടെ 32 പേർ കടന്നു പോകുന്നവരും അവിടെ നിന്ന് മറിയമിന് സലാം പറഞ്ഞുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഈ കിടക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പേര് പറഞ്ഞ ഒരേ ഒരു വനിതയാണ്. ഖുർആൻ ഷരീഫിൽ സ്ത്രീകളെക്കുറിച്ച് അനേകം പരാമർശങ്ങളുണ്ട്. സ്ത്രീകൾ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്, 4-ാം അധ്യായം അൻ-നിസ. പക്ഷേ ഒരു പെണ്ണിൻ്റെയും പേര് ഖുർആൻ പറയുന്നില്ല മറിയമല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 34 ഇടങ്ങളിൽ പേര് പറഞ്ഞ മഹതിയാണ് മറിയം. സൂറത്ത് ആലു ഇമ്രാൻ 42-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, വൈദ് ഖാലത്തിൽ മലായികതു യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയമേ, അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അള്ളാഹു നിന്നെ പരിശുദ്ധയാക്കിയിരിക്കുന്നു, അള്ളാഹു ലോകത്തിൽ ഏറ്റവും ഉത്തമ സ്ത്രീയായി നിന്നെ കബൂലാക്കിയിരിക്കുന്നു. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഉത്തമയായ ഉത്കൃഷ്ടയായ വനിത മറിയം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് പരിശുദ്ധ ഖുർആൻ. യൗവന യുക്തിയായിരിക്കെ വിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഈസാ നബി അലൈഹിസ്സലാമിനെ ശ്രീ യേശുവിനെ പ്രസവിച്ച് അതിൻ്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ കേട്ട് പരസഹായമില്ലാതെ കഷ്ടപ്പെട്ട് കാലിത്തൊഴുത്തിന് സമാനമായ സ്ഥലത്ത് പ്രസവിച്ച് വളരെ ബുദ്ധിമുട്ടിയ മറിയമിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ പേര് മറിയം എന്നാണ്, സൂറത്തു മറിയം. ആ മറിയമിൻ്റെ ഖബറിടത്തിലാണ് ഞങ്ങളുള്ളത്. എന്തൊരതിശയമാണ്! ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ 32 പേർ കടന്നു പോകുന്നവരെ സലാം പറഞ്ഞുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. വല്ലാത്ത കോരിത്തരിപ്പുണ്ടാക്കിയ സന്ദർഭമായിരുന്നു അത്. നാളെ സ്വർഗത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറിയം അലൈഹിസ്സലാമെ വിവാഹം കഴിക്കുമെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അതിനാണ് നാം തൃക്കല്യാണം എന്ന് പറയുന്നത്. മഹാനായ പ്രവാചകൻ്റെ തൃക്കല്യാണം കാണുവാനും അതിൽ കൂടുവാനും കരുണക്കടലായ തമ്പുരാൻ സാധുക്കളായ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗൃഹാന്തരീക്ഷത്തിൽ
രുചിഭേദത്തിന്റെ നിറവ്. കുടുംബസമേതം ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാചക വിദഗ്ധർ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും അംവാജ് റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ. കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, ഇൻഫ്രാ റെന്റ് എ കാർ, അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, വാഥാലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ. അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL, ദോഹ, ഖത്തർ. അസ്സലാമു അലൈക്കും. മാന്യപ്രേക്ഷകർക്ക് അൽബലാഗിൻ്റെ ചോദ്യോത്തരവുകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ എപ്പിസോഡിലെ കത്തുകളിലേക്ക് കടക്കാം. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഷൗക്കത്ത് അലി M, പനച്ചമൂട്. ഇമാം സൂറത്ത് ഓതി തീരുമ്പോഴേക്കും ചിലയാളുകൾ കൈ അഴിച്ചിട്ട് നിൽക്കുന്നു. റുക്കിയിലേക്കുള്ള തക്ബീർ പിന്നെയാണ് പറയുക. ഇത് അനുവദനീയമാണോ? ഇത് പാടില്ലാത്തതാണ്. ഇമാം കൈയഴിച്ച് തയ്യാറാകുമ്പോൾ മാത്രമേ മഅ്മൂമീങ്ങളും കൈയഴിക്കാവൂ. അതാണ് നല്ലത്. അതിനു മുമ്പേ കൈയഴിക്കുന്നത് അദബുകേടാണ്. അങ്ങനെ കൈയഴിച്ചാൽ നമസ്കാരം ബാത്തിലാവുകയൊന്നുമില്ല. എന്നാലും ഇമാം കൈയഴിച്ച് തയ്യാറാകുന്നതിന് മുമ്പായി മഅ്മൂമീങ്ങൾ കൈയഴിച്ച് നിൽക്കുന്നത് പന്തികേടാണ്, ശരിയല്ല. അതൊരു സാധാ നാട്ടിലെ രീതിയാണ്. അതെല്ലാവരും മാറ്റേണ്ടതുമാണ്. എടപ്പാളിലെ ഡ്രീംസ് ഗ്രൂപ്പിൻ്റെ അമാനാമോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന ഒന്നാം സമ്മാനാർഹമായ കത്താണ് അടുത്തത്. കത്തയച്ചിരിക്കുന്നത് KH പരീക്കുട്ടി ഹാജി, കൂറ്റനാട്. കളിമൺ കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി ജീവൻ നൽകിയ പ്രവാചകൻ ആരാണ്? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ആലു ഇമ്രാൻ 49-ാം വചനത്തിൽ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നി അഖ്ലുഖു ലക്കും മിനത്വീനി കഹൈഅതി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം ശ്രീ യേശു പറയുന്നു, ഞാൻ എൻ്റെ കൈ കൊണ്ട് കളിമണ്ണ് കൊണ്ട് പക്ഷികളുടെ രൂപമുണ്ടാക്കും. എന്നിട്ട് ഏകനായ തമ്പുരാൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ അതിൽ ഊതിക്കഴിഞ്ഞാൽ അത് ജീവനോടുകൂടി പറന്നു പോകും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് ഈ മോചിസത്ത് ലഭിച്ചത് ശ്രീ യേശുവിനാണ്. ഇത്തരം അത്ഭുത കൃത്യങ്ങൾ അദ്ദേഹം കാണിച്ചതിൻ്റെ പേരിലാണ് ക്രൈസ്തവ സഹോദരങ്ങൾ അദ്ദേഹത്തെ ദൈവപുത്രനായി ആദരിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. നാളെ ആഖിറത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹസീന P, പനമരം എഴുതിയിരിക്കുന്നു, ഭർത്താവിനെ പേര് ചേർത്ത് വിളിക്കൽ അനുവദനീയമാണോ? ഭർത്താവിനെ പേര് ചൊല്ലി വിളിക്കുക നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. ഇപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ, ചില സ്ത്രീകളൊക്കെ അങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാള തനിമ, മലയാള പഴമ അനുസരിച്ച് അതൊരു മര്യാദകേടായിട്ടാണ് കാണുക. നാട്ടുനടപ്പിനെ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാട്ടുനടപ്പിന് മിക്ക കാര്യങ്ങളിലും ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് പേര് വിളിക്കാതെ മറ്റെന്തെങ്കിലും സംജ്ഞകളോ മറ്റെന്തെങ്കിലും വിളിക്കലായിരിക്കും നല്ലത്. ഇസ്ലാമിൽ അനുവദനീയമാണ് പേര് വിളിക്കൽ ഭർത്താവിന് പൊരുത്തമാണെങ്കിൽ. അതല്ലാത്ത സന്ദർഭത്തിൽ പാടില്ല. നമ്മുടെ നാട്ടിലെ പതിവനുസരിച്ച് നല്ലതുമല്ല. അടുത്ത കത്ത് ആയിഷ മീരാൻ, കുത്തുകല്ലിൻമൂട്. മകനും മരുമകനും പലിശയിടപാട് നടത്തുന്നു. വാപ്പയും ഉമ്മയും പല ഹജ്ജുകൾ ചെയ്തവരാണ്. പലിശയായതിനാൽ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വയ്യ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുടുംബബന്ധം മുറിയുകയും ചെയ്യും. എന്തു ചെയ്യണം? പലിശ ഇടപാട് നടത്തുന്നു വ്യക്തമാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് മകനാണെങ്കിലും ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും.
അള്ളാഹു ഹറാമാക്കിയ ഭക്ഷണമാണെന്ന് അറിഞ്ഞുകൊണ്ട് കഴിച്ചുകൂടാ. പിന്നെ കുടുംബബന്ധം ചേർക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വേണമെന്നില്ലല്ലോ. അവിടെ സന്ദർശിക്കുക, അവരോട് നല്ല വാക്കുകൾ പറയുകൊണ്ടാകാമല്ലോ. മാത്രമല്ല, അവരോട് ഉണർത്തിക്കൊടുത്തവരെ പിന്മാറ്റൽ നിങ്ങളുടെ ബാധ്യതയാണ് മക്കളെ. ഇത് അള്ളാഹു നിരോധിച്ച കാര്യമായതുകൊണ്ട് ഞങ്ങളിത് കഴിക്കില്ല എന്ന് പറഞ്ഞ് അവരെ പിന്മാറ്റലും നിങ്ങൾക്ക് നിർബന്ധമാണ്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സർവ്വലോക സൃഷ്ടാവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഒരു മഖ്ലൂഖ്, ഒരു സൃഷ്ടികളെയും നമ്മൾ അനുസരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി കർശനമായ നിലപാടെടുത്ത് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. കൊല്ലം ചിന്നക്കട മന്നാനിയ കോംപ്ലക്സിലെ ഹാഫിസീൻ പർദ നൽകുന്ന 2ാം സമ്മാനാർഹമായ കത്ത് അയച്ചിരിക്കുന്നത് സൗദ മൊയ്തുണ്ണി പേരാവൂർ. അവരുടെ കത്തിലേക്ക് കടക്കാം. ഫർള് നമസ്കാരത്തിൻ്റെ സുജൂദിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറും മറ്റും ചൊല്ലാമോ? ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫർള് നമസ്കരിക്കുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ അയാൾക്ക് സുജൂദിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറോ അതുപോലുള്ള ദുആക്കളോ ഓതാവുന്നതാണ്. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ അതുപോലെ മര്യാദയോടെ സുജൂദിൽ കിടന്ന് നന്നായി ചൊല്ലിയാൽ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും. കാരണം അഖറബുമായ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി അസ്സുജൂദ്. ഒരടിമ അള്ളാഹുവിനോട് അടുക്കുന്ന ഏറ്റവും നല്ല സന്ദർഭം സുജൂദാണ്. അവിടെ വെച്ച് അള്ളാഹുവിനോട് പറയുക. എന്നാൽ ഹനഫി മദ്ഹബിൽ ഇത് പാടില്ല. ഫർള് നമസ്കാരങ്ങളിൽ പാടില്ല, സുന്നത്ത് നമസ്കാരത്തിലേ പാടുള്ളൂ. രണ്ടായാലും തഹജ്ജുദ് നമസ്കാരമുള്ളവർ തഹജ്ജുദിൽ കിടന്ന് അറബിയിലായിരിക്കണം. തൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറയുന്നതും തേടുന്നതും ഉത്തമമാണ്, അള്ളാഹു സ്വീകരിക്കുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. കുറ്റ്യാടിൽ നിന്നും KP മറിയം എഴുതിയിരിക്കുന്നു, മക്ക മദീനയിലെ പള്ളികളിൽ സുബഹിക്ക് കുനൂത്ത് ഓതാത്തതിൻ്റെ കാരണം എന്താണ്? മക്ക മദീന പള്ളികളിൽ അവിടുത്തെ ഇമാമിങ്ങളുടെ നമസ്കാരം ഹംബലി മദ്ഹബ് അനുസരിച്ചിട്ടാണ്. മക്കയിലും മദീനയിലും മദ്ഹബില്ല എന്ന് കേരളത്തിൽ ചിലരൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ഈ ഉള്ളവൻ നേരിട്ട് ചെന്ന് അന്വേഷിച്ചതാണ്. അപ്പോഴാണ് അവിടുത്തെ പള്ളിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഇവിടുത്തെ ഇമാമിങ്ങൾ ഹംബലി മദ്ഹബ് അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്തിട്ടാണ് നമസ്കരിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അനുസരിച്ച് സുബഹി നമസ്കാരത്തിൽ കുനൂത്തില്ല. അതുകൊണ്ടാണ് മക്കയിലും മദീനയിലും കുനൂത്ത് സുബഹിക്കില്ലാത്തത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് സുബഹിക്ക് കുനൂത്ത് ഓതൽ മുഅക്കദായ സുന്നത്തുമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡ്രീംസ് ഫോൺ കമ്പനി, ദോഹ, ഖത്തർ. ഉന്നത ഗുണനിലവാരമുള്ള ബ്രാൻഡഡ് മൊബൈൽ ഫോണുകളുടെ വിപണന ശൃംഖല, 40-ൽ പരം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. ഉന്നത ഗുണമേന്മയുടെ ഉപഭോക്താവാൻ വിൽപ്പനാനന്തര സേവനം അനുഭവിച്ചറിയുവിൻ. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം ഡ്രീംസ് ഫോൺ കമ്പനി. കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, അംവാജ് ഹോട്ടൽ, ഇൻഫ്ര റെന്റ് എ കാർ, അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. അടുത്ത കത്തിലേക്ക് കടക്കാം. മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും നഗ്നരായിട്ടാണ് ഉണ്ടാവുക എന്ന് പറയുന്നു. എങ്കിൽ കഫൻ പുടവ എവിടെ പോകുന്നു? കത്തയച്ചിരിക്കുന്നത് ഷെരീഫ മുഹമ്മദ്, നടക്കു താഴെ. നാം മഹ്ശറയിൽ ഹാജരാകുമ്പോൾ ഹുഫാത്തൻ ഉറാത്തൻ ഉർലൻ, ചെരുപ്പിടാതെ നഗ്നപാതരായി, ജനിച്ചപടി പിറന്നപടി നഗ്നരായി സുന്നത്ത് ചെയ്യപ്പെട്ട നിലയിലാണ് എല്ലാവരും ഹാജരാകുക. അപ്പോൾ കഫൻ പുടവ എവിടെ പോയി എന്നാണ് ഷെരീഫ ബീവിയുടെ ചോദ്യം. കഫൻ പുടവ എന്നേ ദ്രവിച്ചു പോയി. കഫൻ പുടവയൊന്നും ബാക്കിയില്ല, എല്ലാം ദ്രവിച്ചു പോയി. മാത്രമല്ല, അള്ളാഹു മഹ്ശറയിൽ ഹാജരാക്കുന്നത് നമ്മുടെ ഈ ശരീരമല്ല, ആ ശരീരവും ദ്രവിച്ചു പോയി. നമ്മുടെ റൂഹ് അതേപടി നിലനിൽക്കും. ആ റൂഹിന് പുതിയ ബോഡി, പുതിയ ശരീരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക.
പുതിയ ശരീരവുമായി പഴയ ആത്മാവുമായി റൂഹുമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാവുക. വസ്ത്രങ്ങളോ മറ്റൊന്നോ ഉണ്ടാവുന്നതല്ല, എങ്ങും കിട്ടാനും ഉണ്ടാവുകയില്ല. കണ്ണൂർ ഷെരീഫ ട്രാവൽസ് നൽകുന്ന 3ാം സമ്മാനാർഹമായ കത്താണ് അടുത്തത്. കത്തയച്ചിരിക്കുന്നത് AVM സ്വാലിഹ്, കാസർഗോഡ്. കത്തിലേക്ക് കടക്കാം. ഖുർആനിൽ എത്രയിടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ളത്? പരിശുദ്ധ ഖുർആനിൽ 4 ഇടത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ളത്. പേർ പറയുന്ന സ്ഥലം കുറഞ്ഞുപോയി എന്ന് വിചാരിച്ചതൊരു ന്യൂനതയായിട്ട് കാണണ്ട. കാരണം 4 എന്ന അക്കത്തിന് ഇസ്ലാമിൽ ശരീഅത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാകാം അല്ലാഹു തആല 4 ഇടത്ത് മാത്രം ഖുർആനിൽ പ്രവാചകനെ പരാമർശിച്ചത്. അള്ളാഹു നൽകിയ വേദങ്ങൾ 4ആണ്, മുഖറബായ മലക്കുകൾ 4ആണ്, ഖുലഫാഉർ റാഷിദുകൾ 4ആണ്, ലോകം അംഗീകരിച്ചത് 4 മദ്ഹബാണ്. പിന്നെ അള്ളാഹു, മുഹമ്മദ്, ഖുർആൻ, കഅബ ഈ വാക്കുകളൊക്കെ എഴുതിയാൽ 4ആണ് കിട്ടുക. 4 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. 4ന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാകാം അല്ലാഹു 4 ഇടത്ത് പേര് പരാമർശിച്ചിരിക്കുന്നു. അതൊക്കെ പ്രത്യേകം പഠിക്കലും മനസ്സിലാക്കലും നല്ലതാണ്. പക്ഷിമൃഗാദികളെ കൂട്ടിൽ അടച്ചു വളർത്തുന്നതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ്? കത്തയച്ചിരിക്കുന്നത് മുഹമ്മദ് ഹാറൂൻ, ചേരാനെല്ലൂർ. കേവലം ആനന്ദത്തിനും ആഹ്ലാദത്തിനും വിനോദത്തിനും വേണ്ടി പക്ഷികളെ കൂട്ടിലടച്ച് വളർത്തൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, നല്ലതല്ല. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ടി അവയെ ഇപ്രകാരം വളർത്തുന്നതിന് കുഴപ്പമില്ല. അതല്ലാതെ വിനോദത്തിനും ആഹ്ലാദത്തിനും വേണ്ടി ജീവജാലങ്ങളെ കൂട്ടിലടച്ച് വളർത്തൽ നല്ലതല്ല. അടുത്ത കത്ത് ഖദീജ, എറണാകുളത്ത് നിന്ന് എഴുതിയിരിക്കുന്നു. അവരുടെ കത്തിലേക്ക് കടക്കാം. എൻ്റെ മരുമകൾ പ്രസവത്തിന് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നില്ല. അവർ തിരിച്ചു വരുവാൻ ഒരു ദുആ പറഞ്ഞു തരുമോ? സൂറത്തുൽ ഹജ്ജ് 70-ാമത്തെ ആയത്ത്. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. സൂറത്ത് ഹജ്ജിലെ 70-ാമത്തെ ആയത്ത് ഇശാ നമസ്കാരത്തിന് ശേഷം 70 പ്രാവശ്യം ആവർത്തിച്ചോതി മടക്കി ഓതി അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അദ്ദേഹം മടങ്ങി വരിക തന്നെ ചെയ്യും. അള്ളാഹു സംതൃപ്തമായ കുടുംബജീവിതം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത കത്തയച്ചിരിക്കുന്നത് ആസിയ ഉമ്മ, പള്ളിക്കര. എൻ്റെ മകൻ സുഹൈൽ 7 വർഷമായി ഷാർജയിൽ ഡ്രൈവിംഗ് ലൈസൻസിനായി പരിശ്രമിക്കുകയുണ്ടായി. എന്നാൽ എല്ലാ തവണയും അവൻ പരാജയപ്പെട്ടുപോയി. എന്നാൽ ഉസ്താദ് പറഞ്ഞു തന്ന ദുആ ഓതി പൂർത്തിയാക്കും മുമ്പ് തന്നെ അവൻ ടെസ്റ്റ് പാസ്സായി. റബ്ബ് സുബ്ഹാനല്ലാഹു തആല ഉസ്താദിന് നല്ല പ്രതിഫലം നൽകട്ടെ. അള്ളാഹു 7 തവണ ഡ്രൈവിംഗ് ലൈസൻസിൽ പരാജയപ്പെട്ടു പോയി. ഗൾഫ് നാടുകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട ബുദ്ധിമുട്ട് പ്രവാസികൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ നാട്ടിലെ പോലെയല്ല, കർശന നിയമങ്ങളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം 7 വർഷം പരാജയപ്പെട്ട കുട്ടി നമ്മൾ കൊടുത്ത ദുആ ഓതിയപ്പോൾ അള്ളാഹുവിൻ ലൈസൻസ് കൊടുത്തു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ചവൻ്റെ കലാമിനെ കുറേ കൂടി മുറുകെ പിടിക്കുക. ഒരു മാതാവിൻ്റെ കത്താണ് അടുത്തത്. തിരുവില്ലാമലയിൽ നിന്നുമാണ് എഴുതിയിരിക്കുന്നത്. കത്തിലേക്ക് കടക്കാം. മകളെ വിവാഹം കഴിപ്പിക്കാൻ വഴിയില്ലാതെ വിഷമിച്ച ഞങ്ങൾ ഉസ്താദ് തന്ന ദുആക്കളും മൻസിലും ഓതി അള്ളാഹുവിനോട് കേണപേക്ഷിച്ചപ്പോൾ തമ്പുരാൻ ദീനിയും സൽസ്വഭാവിയുമായ ഒരു പയ്യനെ എത്തിച്ചു തന്നു. സാമ്പത്തികം ഇങ്ങോട്ട് തന്ന് നിക്കാഹ് ചെയ്തു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അൽഹംദുലില്ലാഹ്, ഒരു സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിന് ഇങ്ങോട്ട് വന്ന് സാമ്പത്തികം കൊടുത്തൊരു പയ്യന് വിവാഹം കഴിച്ചു കൊണ്ടുപോയി. ഇത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ബർക്കത്തല്ലെങ്കിൽ മറ്റെന്താണ്? എല്ലാവരും ഈ ദുആക്കൾ പതിവാക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവിവാഹിതരായ എല്ലാ ചെറുപ്പക്കാരികൾക്കും നല്ല ഭർത്താക്കന്മാരെ, നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൻസിൽ പതിവായി ഓതി വന്നതിനാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. 2 വർഷം എനിക്ക് ലൈലത്തുൽ ഖദർ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി. വളരെ കാലമായി വിഷമിച്ചിരുന്ന വയർവേദന അത്ഭുതകരമായി ഇല്ലാതായി.
ചെളിക്കവട്ടം എന്ന സ്ഥലത്ത് ഒരു കൊച്ചു വീടുണ്ടാക്കാനും കഴിഞ്ഞു. ഇതിനെല്ലാം വഴി കാട്ടിത്തന്ന ഉസ്താദിനും കുടുംബത്തിനും അള്ളാഹു എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്നാണ് സഹോദരി എഴുതിയിരിക്കുന്നത്. ഇനിയും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നിങ്ങളുടെ കുടുംബം ഖൈറിലാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നേട്ടങ്ങളാണ് മൻസിലൂടെ നമുക്ക് തരുന്നത്. എല്ലാവരും മൻസിൽ ഓതണം. മൻസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച പ്രത്യേക ആയത്തുകളാണ്. പരിശുദ്ധ ഖുർആനിലെ കാച്ചി കുറുക്കിയെടുത്ത ആയത്തുകളാണ്. അതിൻ്റെ ഫലം അത്ഭുതാവഹമാണ്. എല്ലാവരും അത് പതിവാക്കുക, ഓതുക. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമാറാകട്ടെ. പള്ളിക്ക് നേർച്ച തന്ന പണം ചെറുപ്പത്തിൽ അറിവില്ലാതെ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചു. ഇപ്പോൾ കുറ്റബോധം തോന്നുന്നു. ഇനി ആ പണം തിരിച്ചു കൊടുത്താൽ മതിയോ അതോ കൂടുതൽ കൊടുക്കണോ? ആ പള്ളിയിൽ തന്നെ കൊടുക്കണോ? കത്തെഴുതിയിരിക്കുന്നത് കെ ഹൈദരാലി, ആനക്കര. കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സഹോദരൻ്റെ കത്താണിത്. ചെറുപ്പത്തിൽ അറിവില്ലാതിരുന്ന കാലഘട്ടത്തിൽ പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ നേർച്ച കൊടുത്ത പണം അദ്ദേഹം എടുത്തുപോയി. ഇനി അതെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അള്ളാഹുവിനെ എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അൽഹംദുലില്ലാ, സമ്പത്തിൻ്റെ മൂല്യം വർദ്ധിച്ചതുകൊണ്ട് നേരത്തെ എടുത്ത പണം കൊടുത്താൽ പോരാ, കുറേ കൂടി അല്പം കൂട്ടി പണം കൊടുക്കുക. കഴിയുമെങ്കിൽ കൊടുക്കാൻ തന്ന പള്ളിയിൽ തന്നെ കൊടുക്കുക. അതിന് സാധിക്കില്ലെങ്കിൽ മാത്രം മറ്റേതെങ്കിലും പള്ളിയിൽ നല്ല ഉദ്ദേശത്തോടെ നല്ല നിർമ്മാണത്തിനായി കൊടുക്കുക. അള്ളാഹുവിൻ്റെ ഭവനത്തെ സ്നേഹിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ അള്ളാഹു ബഹുമാനിക്കും. നേർച്ച ഒരു വലിയ പ്രശ്നമാണ്. അവർ നേർച്ച ചെയ്തതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം കൊടുത്തു വീട്ടാൻ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. ഗൃഹാന്തരീക്ഷത്തിൽ രുചിഭേദത്തിന്റെ നിറവ്. കുടുംബസമേതം ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാചക വിദഗ്ധർ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും അംവാജ് റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ. കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, ഇൻഫ്രാ റെന്റ് എ കാർ, അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, വാഥാലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ, അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL, ദോഹ, ഖത്തർ. ഈ എപ്പിസോഡിലേക്ക് ധാരാളം കത്തുകൾ വന്നിരുന്നു. കത്തുകളയച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. അള്ളാഹു നല്ല പ്രതിഫലം തരട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും എഴുതുക. പോസ്റ്റ് കാർഡിൽ എഴുതിയാൽ മതിയാകും. മറുപടി വേണ്ട വ്യക്തിപരമായ കത്തുകൾ ഉള്ളവർ 10 രൂപയുടെ സ്റ്റാമ്പും നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ ഒരു കവറും അതിനകത്തിട്ടിരിക്കണം. ഇല്ലതിലുള്ള കത്തുകൾ പരിഗണിക്കുന്നതല്ല. 10 രൂപയുടെ സ്റ്റാമ്പും അഡ്രസ്സ് എഴുതിയ കവറും ഇല്ലാത്ത ഒരു കത്തിനും മറുപടി കിട്ടുന്നതുമല്ല. മൻസിൽ 6 ഭാഗങ്ങൾ, നമ്മുടെ ഒരു ദിവസം മഫാസ് 10 ഭാഗങ്ങൾ, പുണ്യനാടുകളിലെ 10 ദിവസങ്ങൾ എന്നുള്ള മനോഹരമായ 4 രാജ്യങ്ങളിലെ ഇസ്ലാമിക ചരിത്രം മുഴുവൻ വിശദീകരിക്കുന്ന ഗംഭീരമായ യാത്രാവിവരണ പുസ്തകം. ഇതെല്ലാം ആവശ്യമുള്ളവർ ഞങ്ങൾക്ക് പണമയക്കുക. നമ്മുടെ പ്രോഗ്രാമിൻ്റെ CD ലഭ്യമാണ്. ഒരു മാസത്തേക്കുള്ള ഒന്നിച്ച് 200 രൂപയാണ് വില. പണം അയക്കേണ്ട, കത്തെഴുതേണ്ട വിലാസം അൽ മഫാസ്, ഹൗസ് നമ്പർ 10, അനുഗ്രഹ നഗർ, പൂന്തുറ, PO, തിരുവനന്തപുരം 26 എന്നുള്ളതാണ്. ഈ ലക്കത്തിലെ അമാന മാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് നൽകുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് KH പരീക്കുട്ടി ഹാജി കൂറ്റനാടിനാണ്. കൊല്ലം ചിന്നക്കടയിലെ ഹാഫിസീൻ പർദ ഹൗസ് നൽകുന്ന സമ്മാനം സൗദ മൊയ്തുണ്ണി, പേരാവൂർ. കണ്ണൂർ ഷെരീഫ ട്രാവൽസിൻ്റെ സമ്മാനം ലഭിക്കുന്നത് AVM സ്വാലിഹ്, കാസർഗോഡാണ്.
ഈ 3 സഹോദരങ്ങളും അൽ മുഫാസിൻ്റെ തിരുവനന്തപുരം ഓഫീസുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾ മണി ഓർഡറും മറ്റും അയക്കുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ കൂടെ ഫോൺ നമ്പർ കൂടി നിർബന്ധമായിട്ട് എഴുതുക. ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് എഴുതിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് തൃശ്ശൂർ ആമിന ബുക്ക് സ്റ്റാൾ, കുന്നംകുളം പെർഫ്യൂം ബുക്ക് ഹൗസ്, പെരുമ്പടപ്പ് സമീർ ബുക്ക് സ്റ്റാൾ, ഇവിടങ്ങളിലെല്ലാം മൻസിൽ മഫാസിൻ്റെ ഒറിജിനൽ പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ഭാഗങ്ങളിലുള്ളവർ ഇവിടെ നിന്ന് വാങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് കെ വി സുബൈർ ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി, അതുപോലെ തന്നെ ലേബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്റ്റിംഗ് സിദ്ദീഖ് പുറായിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കെല്ലാം ഇരുലോകത്തും ഉന്നതമായ പദവിയും സ്ഥാനമാനങ്ങളും നൽകുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്കെല്ലാം ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പ്രോഗ്രാമിനെ സഹായിക്കുന്ന, സ്പോൺസർ ചെയ്യുന്ന, ശ്രവിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ജീവനിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.